ചെറുകഥയിലെ ആറാമത്തെ കഥ. കുഞ്ഞു വിളക്കിന്റെ കഥ. ഒരു ചെറിയ ഗ്രാമത്തിലെ മലമുകളിലെ പഴയ ക്ഷേത്രത്തിൽ വർഷങ്ങളായി ആരും പോയിട്ടില്ല. ക്ഷേത്രത്തിനുള്ളിൽ പൊടി പിടിച്ച് ഇരുട്ടിൽ മങ്ങിയ നിലയിൽ ഒരു കുഞ്ഞു വിളക്ക് മാത്രം. അത് സ്വന്തം ഉള്ളിൽ കരുതി വെച്ചിരുന്ന ഒരു സ്വപ്നം ഒരിക്കലെങ്കിലും വീണ്ടും തെളിഞ്ഞ് പ്രകാശിക്കണം. ഒരു മഴയുള്ള രാത്രിയിൽ വഴിതെറ്റിയ ഒരു ബാലൻ ആ ക്ഷേത്രത്തിലേക്ക് ഓടി. അവൻ ഭയത്താൽ കരഞ്ഞു. വിളക്കിനോട് അടുത്തു ചെന്നപ്പോൾ അവന്റെ കയ്യിൽ ഒരു ചെറിയ വിളക്ക് പിടിയാൻ കണ്ടു. ബാലൻ വിറച്ചു കരഞ്ഞു. പക്ഷെ ബാലൻ അന്നേരം തന്നെ വിളക്കിനോട് പറഞ്ഞു, "വിളക്കേ, നീ പ്രകാശിച്ചാൽ ഞാൻ വീട്ടിലെത്തും." ബാലന്റെ നിഷ്കളങ്കമായ അപേക്ഷ കേട്ടപ്പോൾ കുഞ്ഞു വിളക്കിന്റെ ഹൃദയം ഉണർന്നു. തീ കൊളുത്തിയപ്പോൾ വർഷങ്ങളായിരുന്ന ഇരുട്ട് മാറ്റി പ്രകാശം നിറഞ്ഞു. ബാലൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് നടന്നു. ആ ബാലൻ വിളക്കിന്റെ സഹായത്തോടെ വീട്ടിലെത്തി. അതോടെയാണ് നാട്ടുകാർ വീണ്ടും പറഞ്ഞത്, ആ ക്ഷേത്രത്തിലെ വിളക്ക് ഇപ്പോഴും തെളിയുന്നുണ്ട്, അതിപ്പോഴും ജീവനോടെ ഇരിക്കുന്നു. അന്നു മുതൽ ആരെങ്കിലും വിഷമത്തിലായാൽ ക്ഷേത്രത്തിൽ ചെന്ന് വിളക്ക് തെളിച്ച് പ്രത്യാശ നേടാൻ തുടങ്ങി. ഗുണപാഠം: ഒരിക്കൽ ഇരുട്ടിലായാലും ഒരൊറ്റ വെളിച്ചം പ്രത്യാശയ്ക്കായി മതിയാകും.